കൊന്നേ, നിനക്ക് ജാതിയും മതവുമില്ല, അല്ലെങ്കിൽ നീ എന്തിന് റസാക്കിന്റെ തൊടിയിൽ പൂത്തു? ഏട്ടാ, ഇപ്രാവശ്യവും നമ്മളെ തൊടിയത്തെ കൊന്നമരം പൂത്തില്ല. അമ്മ നമ്മളോട് ചെറുപ്പത്തിൽ എപ്പോഴും പറയും, നമ്മളെ തൊടിയത്തെ കൊന്നമരം കൊണ്ട് അതിൽ കിട്ടുന്ന ഒരു പൂവുണ്ട്, നിനക്ക് ഞാൻ കണി കാണിച്ചു തരാം. ഇതുവരെ നമുക്കതിന് സാധിച്ചിട്ടില്ല. 4 വർഷം മുമ്പ് അച്ഛനും പോയി, ഈ വർഷം അമ്മയും പോയി. അവരോടുള്ള പ്രതീക്ഷകളും നമുക്കിതുവരെ നിറവേറ്റാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിലും എന്നും നമ്മളൊരു ഭാഗ്യമില്ലാത്തറിഞ്ഞു. നമ്മളെ കൊന്നമരം പൂത്ത് കണി കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ പൂവണിയിക്കാൻ നമുക്ക് കഴിയും. എല്ലാം ശരിയാവും. ഏട്ടാ, നമ്മളവിടെ കൊന്നെങ്കിലേ നമ്മളെ റസാഖിന്റെ വീട്ടിൽ കൊന്ന കൂട്ടി ഒന്നൊക്കെ എന്ത് ജാതി മധുരല്ലേ, നീ നമ്മളവിടെ പോയിക്കേണ്ടി വരും. അതെ, എന്നാ നമുക്ക് രണ്ടുപേർക്ക് കൂടി പോയി റസാഖിന്റെ വീട്ടിൽ പോയി കൊന്നപ്പൂ പറിച്ചാലോ? പിന്നെന്താ, ഞാൻ റെഡി, നമുക്ക് പോവാം. വന്നോ? പറഞ്ഞ നാക്ക് എടുത്തില്ല, റസാഖ് ഒന്ന് കയറി. ഈ കൊല്ലം നിങ്ങൾക്ക് രണ്ടാൾക്കും നമ്മള് വിസുക്കൈനാണ് തരുന്നുണ്ട്. എന്റെ നല്ല മനസ്സ്, വിഷുക്കൈനീട്ടം തരണ്ട അനക്ക് ഞങ്ങളല്ലേ? അല്ല, നമ്മളെ തൊടിയിലെ കൊന്നുകൊണ്ട് വിഷുക്കണി കാണാൻ പറ്റുന്നുണ്ട്, കൈനീട്ടം എനിക്ക് തരാലോ. തീർച്ചയായിട്ടും. എന്റെ കൊന്നപ്പൂവേ, നിനക്ക് ജാതിയില്ല മതമല്ല, എല്ലാ വർഷവും എല്ലാ തൊടിയിലും പൂത്ത് വിടർന്ന് നിൽക്കാം. മനുഷ്യരായ ഞങ്ങൾക്കാണ് എല്ലായിടത്തും കേറാനും ഇരിക്കാനും ചെല്ലാനും പറ്റാത്തത്. എല്ലാ വർഷവും നീ ഇങ്ങനെ പൂത്ത് വിടർന്ന് വിലസട്ടെ. എല്ലാ മനുഷ്യരും ഈ കൊന്ന പൂക്കളെ പോലെ ഒറ്റക്കെട്ടായി ചിരി തൂകി നിൽക്കട്ടെ. ഏവർക്കും മിഥുനം പബ്ലിക്കേഷൻ വിഷു ആശംസകൾ.